ഹലോ. മ്യൂട്ടാക്കി ഇരിക്കട്ടെ. ഞാൻ നമ്മെ ഹോൾഡിൽ എടുക്കാൻ വേണ്ടി അവളെ. ആ ശരി, ഇങ്ങോട്ട് അറിയോ? The call is on hold. Please wait. ನಿಮ್ಮ कॉल होल्ड ಇದೆ, ದಯವಿಟ್ಟು ಕಾದಿರಿ. आपकी कॉल होल्ड पर है, कृपया प्रतीक्षा करें. ഹലോ സുഷീൽ. ഹലോ. ആ പറ. ഇപ്പം വീട്ടിൽ പറയുന്നത് നീ ഒരിക്കലും വിളിക്ക്. ഞാൻ ഹോൾഡ് ചെയ്താണ്, വിളിച്ചാ മതി. Your call is on hold. Please wait. ನಿಮ್ಮ कॉल होल्ड ಇದೆ, ದಯವಿಟ್ಟು ಕಾದಿರಿ. आपकी कॉल होल्ड पर है, कृपया प्रतीक्षा करें. ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു? സിമ്മ് മാറ്റിയിടട്ടെ. അതാണ് ചെയ്തോണ്ടിരുന്നേ. അതെ. അതിനു മുമ്പെയോ? അതിന് മുന്നല്ല, ഇന്ന് കിടന്നുറങ്ങി. അതിനു മുമ്പെയോ? ഇന്ന് ഓഫീസിൽ വന്ന് ഒരു 12 മണി ഇന്ന് ഓവർ ടൈം ചെയ്തു. അതിനു മുന്നെയോ? അതിന് രാവിലെ നീട്ടിട്ട് 12 മണിക്ക് പോയി രാത്രി. അതിന് മുന്നേ നനക്ക് മുന്നെയോ? പറയൂ. കഴിച്ചോ? ഇല്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം ഉച്ചയ്ക്ക് കഴിച്ച് കിടന്നാ. കുളിച്ചോ? ആ കുളി കഴിഞ്ഞു. ഇനിയിപ്പോ വീണ്ടും ഭക്ഷണം കഴിക്കണം. ഇന്നൊരു കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ട്, പോണോ പോണ്ടേ തീരുമാനിച്ചിട്ട് അങ്ങനെ ഇരിക്കുക. ആണോ? പിന്നെ പറയൂ. തന്നെ വല്ലാണ്ട് മിസ് ചെയ്തു. ഞാൻ ഇപ്പൊ മേലെ ടെറസിൽ പോയിണ്ടായിരുന്നേ. ഞാൻ ടെറസിൽ പോയിട്ടാ വന്നേ. എന്റെ തുണി അവിടെ ഉണക്കാട്ടുണ്ടാവും. എന്റെ ടീഷർട്ട് 2 പുതിയ 2 ടീഷർട്ട് ഇല്ല. അന്ന് ഞാൻ വന്നില്ലേ, അന്ന് ഞാൻ ടീഷർട്ട് ഓർമ്മ ഉണ്ടോ നിനക്ക്? റെഡ് കളറ്. ആ റെഡ് ടീഷർട്ട് ഞാൻ ഇട്ടിട്ടായിരുന്നു. ആ റെഡ് ടീഷർട്ട്. അപ്പൊ അത് മേലെ ഉണ്ടായിരുന്നു. ആ ഇരിക്കാൻ പോയാ അത് നോക്കുമ്പോ കറണ്ട് മേലെ പോയപ്പോ കപ്പിൾസ് 2 പേര് കിസ് ചെയ്യാം. തന്നെ ഓർമ്മ. ആവശ്യമില്ലാത്തേക്ക് നോക്കാമോ? അല്ല, ഞാൻ ആവശ്യമില്ലാത്തടത്തേക്ക് നോക്കാമോ? ഉണ്ടായില്ല. അപ്പൊ ഞാൻ ഒന്ന് കുനിച്ചു നോക്കിയതാ. ആര് പറഞ്ഞു നോക്കാൻ? എന്താ പിന്നെ നോക്കിയാ? നോക്കാമോ അങ്ങനെ? പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു. അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് ശരി വിളിച്ചു നോക്കാന്ന് ചോദിച്ചപ്പോഴേക്കും കിട്ടുന്നില്ല. എന്നെ വേറെ വരൂലേ? അവരെന്നെ കണ്ടിട്ടില്ല. അവരായാലും മുങ്ങില്ല. എന്നാലും നോക്കാമോ? ശരി, അടുത്ത പ്രാവശ്യം പോലും നോക്കുന്നില്ല. ഞാൻ ത്രെഡ് ചെയ്തു. പറഞ്ഞോ? എന്തുവാ ത്രെഡ് ചെയ്തു? വന്ന് പറഞ്ഞല്ലോ. പറഞ്ഞേ പോയിണ്ടായിരുന്നു. ഇപ്പൊ ഞായറാഴ്ച പറഞ്ഞാലല്ലേ ക്ലാസ്സിൽ പോകണ്ടല്ലോ. അതിന്റെ വേറെ ബെഡ് അറിഞ്ഞു. ചെലവ് കൊണ്ടുവന്നാ നിന്നോട് ഞാൻ പറഞ്ഞ വരുന്നില്ല. ഞാനത് ലീവ് പറഞ്ഞു. പിന്നെ എന്റെ പിറ്റേ ദിവസം തന്നെ ചെലവ് കൊടുക്കണം. ഞാൻ 2 കഴിഞ്ഞിട്ട് എന്നാ നാട്ടിൽ കയറുന്നത്?
ഞാനും വരുന്നുണ്ട് കേട്ടോ. പൂജ കൊള്ളുന്നുണ്ട്. കാണാം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മിക്കവാറും 11 തിരിച്ചു പോയല്ലോ. 11 എന്നാ അപ്പൊ തിരിച്ചു പോയല്ലോ. ഞാൻ അങ്ങോട്ട് ഇനി വന്നാ പോണം തീരുമാനിച്ചു. വീട്ടിലേക്ക് തന്നെ പോണം തീരുമാനിച്ചില്ല. തിരിച്ചു വരുമ്പോ 16 ആവും. 16 ഞാനൊരു 11. ഞാനപ്പോ 9-ാം തീയതി 7-ാം തീയതി 8-ാം തീയതി 9-ാം തീയതി ആയിട്ട് അതാണ് ശനി ഞായർ. ശനി ഞായറില്ല എന്നെ കാണാൻ പറ്റില്ല. പിന്നെന്താ അറിയൂ. ഇങ്ങനെ ഇറങ്ങിയിരുമ്പോ ഞാൻ ഇങ്ങനെ നല്ല ദിവസം ഇങ്ങനെ ആലോചിച്ചിങ്ങനെ വരുമായിരുന്നു. ഓരോ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എവിടുന്ന് തുടങ്ങിയ കഥ ഇവിടെ ചെന്നല്ലേ അവസാനിച്ചത്. ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് ഞാൻ കാണാൻ വന്നത്? ഓർക്കുണ്ടോ? ആദ്യമായിട്ട് ഞാൻ കാണാൻ വന്ന് ഓർക്കുണ്ടോ? മഴ ഉള്ളപ്പോ ജ്യോതി ജ്യോതി എന്നെ അതുവരെ ആക്കിയെന്ന് പറഞ്ഞില്ലേ വീടിന്റെ അകത്ത്? ഓർമ്മയുണ്ടോ? അച്ഛമ്മ ടോർച്ചടിച്ചോ? പിന്നെന്താ ഇതൊന്ന് പറയൂ. പിന്നെന്താ പറയൂ. ഞാനിങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കണ്ടിട്ട് ആകെ ഒരു റൊമാൻറ്റിക് ഫീലിൽ ഇങ്ങനെ ഇറങ്ങി വന്നതാ. അപ്പൊ എന്നോട് സംസാരിക്കും അറിയാല്ലേ? യെസ്. ഇനി ഈശ്വര ഇങ്ങനെ നിലനിൽക്കില്ല. അവിടെ ആൾക്കാർ കേൾക്കില്ലേ? ആൾക്കാരോട് ചെവി വന്നാൻ പറയാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ആരും കേൾക്കില്ല. ആയിക്കോട്ടെ. എന്തായാലും കാണണം കേട്ടോ. എന്താണ്? എനിക്ക് ഹോളിഡേസിന് വന്ന് എന്തായാലും കാണണം. എനിക്ക് അന്ന് ഓണത്തിന് ഒരു കാര്യം പകുതി വെച്ച് നിർത്തിയില്ല. എന്ന് മുഴുവനായിരുന്നു. ഓണത്തിന് വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പകുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനൊന്നും മുഴുവനാക്കണം. അതെന്താ? എന്താന്ന് ഓർമ്മയില്ല? ഓർമ്മയില്ലെങ്കിൽ വേണ്ട വിട്ടാളാ. ഐ ലവ് യു ടു. എന്താന്ന് ഓർമ്മയില്ല? അന്ന് എന്നോട് ഫീൽ വേണമെന്ന് പറഞ്ഞത് ഓർക്കുണ്ടോ? മറന്നു. എനിക്ക് ഒരു വലിയ പാക്ക് ചോക്ലേറ്റ് കിട്ടി. എവിടുന്ന്? എന്റെ ബർത്ത്ഡേക്ക് എന്റെ ക്ലാസ്സില് 2 പിള്ളേര് തന്നതാ. പിന്നെന്താ കോൾ വെയിറ്റിംഗ് ആയിരുന്നു. ഇന്നലെ ഞാൻ 2ാമത് കോൾ വിളിച്ച് വെച്ചപ്പോ 8 മണി സമയത്ത് കോൾ വെയിറ്റിംഗ് ആയിരുന്നല്ലോ. ഋഷി വിളിച്ചായിരുന്നോ? പിന്നെന്താ നോക്കാലോ പണ്ടത്തെ. അല്ല അതൊക്കെ ശരിക്കും നമുക്കത് ഷോക്കേസിൽ വെക്കണമായിരുന്നു. യെല്ലോ നൈറ്റി, ആ ഡാർക്ക് ബ്ലൂ നൈറ്റി. വേറെ പിന്നെന്താ പറയൂ. ഭാവി പരിപാടി എന്താ? എന്താണ് ഡിഗ്രി കഴിഞ്ഞാൽ PG ഒന്നെങ്കിൽ PGക്ക് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ PG കഴിയുമ്പോ കല്യാണം കഴിക്കണം. ആണോ? ഞാനും വീണ്ടും പഠിക്കണം. തയ്യാറാവണ്ടേ ആ ടൈമിൽ കല്യാണം കഴിക്കണമെങ്കിൽ? എന്നാ വേണ്ട, PG ഒക്കെ കഴിഞ്ഞ് 10-29 കഴിഞ്ഞ് നമുക്ക് കല്യാണം കഴിച്ചാൽ മതി. അയ്യോ അത്ര വേണ്ട. എന്താ അത്ര മതി? എന്നാ നീ ഒരു ടൈം പീരീഡ് പറ. അപ്പത്തേക്കും എനിക്ക് എന്റെ കാര്യങ്ങൾ നമുക്ക് റെഡി ആവല്ലോ. നമുക്ക് പതുക്കെ കല്യാണം കഴിക്കാം. അല്ലോ കല്യാണം കഴിച്ചു സദ്യ കല്യാണം കഴിക്കാം. എന്തിനാ പതിയെ കല്യാണം കഴിക്കുന്നത്? എന്തിനാ ഇപ്പൊ വെച്ചോണ്ടിരിക്കുന്നത്?
കുറച്ച് കാലിങ്ങനെ ലൈനടിച്ച് കല്യാണം. എന്തുവാ? കുറച്ച് കാലിങ്ങനെ ലവേഴ്സായി നടന്ന് കല്യാണം കഴിക്കാം. കുറച്ച് കാലം നമുക്ക് നല്ല ലവേഴ്സായി നടക്കാം. അത് ഞാൻ പറഞ്ഞ ഐഡിയ അല്ലേ? അത് എന്നോട് തന്നെ പറയുന്ന അത് ഞാൻ എടുത്തു തൽക്കാലം. പിന്നെന്താ അത് കല്യാണം വീട്ടിലോ കൂട്ടോടോ കല്യാണം കഴിഞ്ഞുള്ള കുഞ്ഞാണോ? വേണ്ട. ഏട്ടൻ പറയൂ. ഞാനിപ്പോ ഇങ്ങനെ ഞാൻ പറയാം, നിനക്കിപ്പോ പഠിക്കാണ്ടെങ്കിൽ നീ പഠിക്കണം, ജോലി ചെയ്യാനില്ല. അതില്ല, എന്നാലും ഒരു ഗ്യാപ്പ് വരില്ലോ. ഗ്യാപ്പ് എന്തിനാ വരുത്തണം? അത് കണ്ടിന്യൂ ചെയ്യാം. അതൊന്നും പ്രശ്നമല്ല. പിന്നെന്താ പറയൂ. നമ്മള് കല്യാണം കഴിഞ്ഞ് തെറ്റന്നെ പിന്നാവില്ല. കാരണം അച്ഛമ്മയ്ക്കും അച്ഛമ്മയ്ക്കും ഭയങ്കര ഒരു ഇതല്ലേ. പിന്നെ ആദ്യമായിട്ട് പേരക്കുട്ടിയെ അന്ന് പറഞ്ഞ കാര്യം ഓർക്കുണ്ടോ? ഒരു പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. രാവിലെ കെട്ടുക, പിന്നെ ഓർക്കുന്നില്ല? എന്ത് രാവിലെ അത് കഴിഞ്ഞ അത് ഓർക്കുന്നില്ലേ? നമ്മൾ ആര്യനാടത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ എന്തായാലും റെഡിയാക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തുവാ? ഈശ്വരന്മാരെന്ന് പറഞ്ഞതാ. എന്തേ വേണ്ടേ? പ്രഗ്നന്റ് ആയിട്ട് ആദ്യം വയസ്സായിട്ടേക്കണേ. എന്തുവാ? ഞാൻ പ്രഗ്നന്റ് ആയിട്ടേ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്യില്ലേ, ആ കാര്യം കൊണ്ടുപോകുമ്പോ ആയിക്കോട്ടെ. അല്ലെങ്കിൽ അവരൊക്കെ കാണില്ലേ? എന്താ വിചാരിക്കുക? ചുണ്ട് ഓർമ്മ വന്നിട്ട് ചെയ്യാട്ടോ മേലെന്ന് കണ്ടിട്ട്. കൺട്രോൾ പോണ്ടോ? അത്ര പെട്ടെന്ന് പൂരിയാന്ന് എനിക്ക് അറിയാവുന്ന കാര്യല്ലേ. കുറച്ച് ലിറ്റിൽ ബിറ്റ് ഇല്ലല്ലോ, കുറച്ച് കൂടുണ്ട്, അത്രേ ഉള്ളൂ. നീ എന്നെ മാറോട് ചേർന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തൊരു ആശ്വാസം കിട്ടി അറിയാം. ഞാൻ നിന്നോട് പറഞ്ഞില്ല, ഫീലിംഗ് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അന്ന് ഉച്ചയ്ക്ക് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് കിടന്നത്, നീ എന്നെ വിടാതെ. അങ്ങനെ ആദ്യമായിട്ടാണ് നീ എന്നെ വിടാണ്ട്. എത്ര നേരം വിട്ട് പോണ വഴിക്ക് ഞാൻ അവിടെ വൈക്കുകയും ചെയ്തു. മൊബൈലും വീടും തലയില്. മൊബൈൽ ശരിയായോ? മൊബൈൽ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ. പിന്നെന്താ ഫേസ്ബുക്കിൽ കയറിയോ? ഇല്ലല്ലോ, കേറിയിട്ടില്ല. ഇല്ലടാ, കേറിയിട്ടില്ല. ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കയറി നോക്കൂ. നോക്കാം, ഇപ്പൊ തന്നെ നോക്കാം. അതായത് ഞാനിപ്പോ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോകും, നോക്കാം. ഞാനിപ്പോ എന്റെ ഫ്രണ്ട് വിളിക്കുന്നത് എനിക്ക് ക്ലാസ് ഇൻഫർമേഷൻ അറിയില്ല. അപ്പൊ ഞാൻ അവിടെ വിളിച്ചിട്ട് വിളിക്കാൻ പറ്റാണ്. എനിക്ക് വിളിക്കാവേ. ആയിക്കോട്ടെ. I love you.